ഇപ്പോൾ തിരുവനന്തപുരത്ത് എൻഡോസൾഫാൻ ദുരിതബാധിതരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം എം വി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയാണ്. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയും നടത്തിയ ചർച്ചയെ തുടർന്ന് കുറേയേറെ കാര്യങ്ങളിൽ തീരുമാനമുണ്ടായിരുന്നു. അതിൽ ഒരു കാര്യം സംബന്ധിച്ചാണ് തീരുമാനം ഉണ്ടാകാതിരുന്നത്. 1905 പേരുടെ ഒരു ലിസ്റ്റ് 2017 മെഡിക്കൽ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ബയോളജിക്കൽ പ്ലോസിബിൾ ലിസ്റ്റ് എന്ന മെഡിക്കൽ മേഖലയിൽ വിശേഷിപ്പിക്കുന്ന ആ ലിസ്റ്റ് അതിലുള്ള മുഴുവൻ ആളെയും ഉൾപ്പെടുത്തണമെന്നതായിരുന്നു സമരസമിതിയുടെ ആവശ്യം. മറ്റാവശ്യങ്ങളെല്ലാം അനുഭാവപൂർവം സർക്കാർ പരിഗണിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നേരത്തെ എടുത്ത തീരുമാനത്തിൻ്റെ തുടർച്ചയായി ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനം 2017 മെഡിക്കൽ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ബയോളജിക്കൽ പ്ലോസിബിൾ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 1905 പേരിൽ അന്ന് 18 വയസ്സ് പ്രായമുണ്ടായിരുന്ന ആളുകളെ ഈ ലിസ്റ്റിൽ മെഡിക്കൽ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തി എൻഡോസൾഫാൻ ആനുകൂല്യം നൽകാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. അന്ന് മെഡിക്കൽ സംഘം ശുപാർശ ചെയ്തവരുടെ കാര്യത്തിൽ വീണ്ടും ഒരു മെഡിക്കൽ പരിശോധന ആവശ്യമില്ല. ജില്ലാ കലക്ടറെ ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടി എടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നതാണ്. ഇതാണ് ഇന്ന് കൈക്കൊണ്ട തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരസമിതിയുടെ ആളുകൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കും. അവർ സമരം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എൻഡോസൾഫാൻ സമരം ഒത്തുതീർപ്പായിരിക്കുന്നു. സമരസമിതിയുമായി ചർച്ച നടത്തിയതിനു ശേഷം എം വി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സമരസമിതിയുമായി ഇപ്പോൾ സർക്കാർ ഒത്തുതീർപ്പിലെത്തിയിരിക്കുകയാണ്. ബയോളജിക്കൽ ലിസ്റ്റിൽ പെടുത്തി എല്ലാവർക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ന്യായമായ ആവശ്യങ്ങൾ നൽകും. അത് സർക്കാർ പരിഗണിച്ചിരിക്കുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് എം വി ജയരാജൻ എൻഡോസൾഫാൻ ദുരിതബാധിത പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. സർക്കാരുമായുള്ള ചർച്ച വിജയം കണ്ടിരിക്കുന്നു. വളരെ നാളുകളായി എൻഡോസൾഫാൻ ദുരിതബാധിതർ നടത്തിയ സമരം ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. സമരക്കാരുമായി സർക്കാർ ചർച്ച നടത്തിയത് അല്പസമയം മുമ്പാണ്. സമരം പിൻവലിക്കുമെന്ന് ഉറപ്പു ലഭിച്ചതായി എം വി ജയരാജൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സമരസമിതി നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സർക്കാരുമായുള്ള ചർച്ച വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ദുരിതം സർക്കാർ കണ്ടു. സമരസമിതിയുമായി ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് സമരസമിതി നേതാക്കൾ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ചർച്ച നടത്തിയത്. ഇപ്പോൾ VR കാർത്തിക് ചേരുകയാണ്. കാർത്തിക്, സമരം അവസാനിപ്പിക്കും എന്ന ഉറപ്പ് ലഭിച്ചു എന്നാണ് ഇപ്പോൾ എം വി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. വിശദാംശങ്ങൾ. ഇപ്പോൾ സമരസമിതി നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്. അവരുടെ വാക്കുകളിലേക്ക് സമരസമിതി നേതാക്കൾ സമരപന്തലിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷമായിരിക്കും പ്രഖ്യാപനം എന്നാണ് അറിയാൻ കഴിയുന്നത്. കാർത്തിക്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തതിൽ 2019 മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തതിൽ 1905 പേരാണ് പട്ടികയിൽ. മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തതിൽ 1905 പേരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 384 പേർക്കാണ് ചികിത്സാ സഹായം ഇപ്പോൾ നൽകി വരുന്നത്. ഇവർക്ക് സൗജന്യ ചികിത്സയും അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. എന്നാൽ 1905 പേരിൽ 384 പേർ ഒഴികെയുള്ളവർക്ക് ഇപ്പോൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. ഇതിലായിരുന്നു സർക്കാരുമായി ഇവർക്കുള്ള തർക്കം. ഇത് സംബന്ധിച്ചായിരുന്നു ഇന്ന് പ്രധാനമായും ചർച്ച നടന്നത്. എന്നാൽ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു ധാരണ 2017 മെഡിക്കൽ ക്യാമ്പിലെത്തിയ അന്ന് 18 വയസ്സ് പൂർത്തിയാക്കിയവർക്ക് സൗജന്യ ചികിത്സയും മറ്റ് സഹായങ്ങളും നൽകാം എന്നൊരു ഉറപ്പ് സർക്കാർ നൽകി. അത് മുഖ്യമന്ത്രി നേരിട്ടെത്തി നൽകി. മറ്റ് പ്രശ്നങ്ങൾ പരിശോധിക്കാൻ കാസർഗോഡ് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കാലതാമസമില്ലാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നൊരു ഉറപ്പാണ് ഇവർക്ക് നൽകിയത്. ഏതായാലും സമരം അവസാനിപ്പിക്കാൻ ഒരു ധാരണയായിരിക്കുന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം സമരസമിതി നേതാക്കൾ സമരപന്തലിൽ നടത്തും. ഇതിന് മുന്നോടിയായി ഇന്ന്
മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളടക്കം സമരസമിതി അവിടെ എത്തി ചർച്ച ചെയ്ത് ശേഷമാകും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം പറയുക. കാർത്തിക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ഇവരുമായി സംസാരിക്കാൻ അവിടേക്ക് എത്തി എന്ന് കാർത്തിക് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. മുഖ്യമന്ത്രി ഇവരുമായി ചർച്ച നടത്തിയിരുന്നോ? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായാണ് ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തിയത്. ഇവർ പ്രധാനമായും ഉന്നയിച്ച ആവശ്യവും അതുതന്നെയാണ്. നേരത്തെ ആരോഗ്യമന്ത്രിയുമായും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി അടക്കമുള്ളവരുമായി പല ഘട്ടങ്ങളിലായി ചർച്ച നടന്നു. പക്ഷേ ആ ചർച്ചയിലൊന്നും വ്യക്തമായ ഉറപ്പുകൾ ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എത്തി ഉറപ്പ് നൽകണം എന്നൊരാവശ്യം ഇവർ മുന്നോട്ട് വെച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഓഫീസിലെത്തി ഇവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ അത് നടപ്പാക്കും എന്ന ഉറപ്പ് നൽകിയത്. ഇതിനായിട്ട് മാത്രമാണ് മുഖ്യമന്ത്രി ഓഫീസിലെത്തിയത്. പ്രധാനമായും ഇന്ന് ചർച്ച നടന്നത് അർഹരായവരുടെ പട്ടിക സംബന്ധിച്ചാണ്. 2017 ചികിത്സാ ക്യാമ്പിൽ എത്താൻ കഴിയാത്തവർക്ക് വീണ്ടും ചികിത്സാ ക്യാമ്പ് നടത്തും എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. അത്തരത്തിൽ അന്ന് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് പട്ടികയിൽ ഉൾപ്പെട്ടവർ വീണ്ടും ചികിത്സാ ക്യാമ്പിലേക്ക് എത്തേണ്ട സാഹചര്യമില്ല എന്ന് എം വി ജയരാജൻ വ്യക്തമാക്കി. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 1905 കാർത്തിക്, ഞാനിപ്പോൾ മടങ്ങിയെത്താം. ഇപ്പോൾ സമരപന്തലിൽ നിന്നും എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരപന്തലിൽ നിന്നും ടി ജി സജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, അല്പസമയത്തിനകം തന്നെ സമരം നിർത്തുന്നതായി പ്രഖ്യാപിക്കും സമരസമിതി എന്നാണ് എം വി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അവിടുത്തെ സ്ഥിതി എന്താണ്? സമരസമിതി ചർച്ച നടത്തിയ സമരസമിതി നേതാക്കൾ അവിടേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ടോ? ചർച്ച നടത്തിയ സമരസമിതി നേതാക്കൾ ഈ സമരപന്തലിലേക്ക് എത്തിയിട്ടില്ല. അവർ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരും. ഇവരുമായുള്ള ആശയവിനിമയം ഇപ്പോഴും നടക്കുന്നുള്ളൂ. എന്തായാലും ചർച്ചയെ വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരെ കാണുന്നത്. 5ാം ദിവസമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ സമരപന്തലിൽ സമരം നടക്കുന്നത്. വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ജനസമൂഹം അവർ മുഖ്യമന്ത്രി നടത്തിയ ഒരു ചർച്ചയെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ദയാഭായി അടക്കമുള്ളവർ ഇവിടെ സമരരംഗത്താണ്, നിരാഹാര സമരരംഗത്താണ്. അവരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയോടെയാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും ആ തരത്തിലുള്ള പൊതുപ്രതീക്ഷകളാണ് ഇവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇവരുടെയൊക്കെ പ്രതികരണം അല്പസമയത്തോടെ തന്നെ നമുക്ക് ലഭ്യമാവും. അവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയും അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കുമൊക്കെ നമുക്ക് പോവാം. ചർച്ച ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. പൊതുവിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ പ്രതിനിധികൾ പറയുന്നത്. ആ ഒരു പ്രതീക്ഷ തന്നെയാണോ ഉള്ളത്? അറിയില്ല ഇപ്പൊ എന്താണെന്ന് പറയുന്നു. പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമേ സമരം പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമൊക്കെ ഉണ്ടാവുള്ളൂ. അവർ തിരിച്ചു വന്നതിന് ശേഷം തീരുമാനിക്കും ചർച്ച മുമ്പിലോട്ട് പോകാൻ. അതാണ് എന്താണ് ചർച്ച നടന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഇതുവരെയും ഇങ്ങോട്ടേക്ക് ലഭ്യമായിട്ടില്ല. ദയാബായി അടക്കമുള്ളവർ ഇപ്പോഴും ഇവിടെ നിരാഹാര സമര രംഗത്താണ്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കാം. മുഖ്യമന്ത്രി ഒരു ചർച്ച നടത്തി. ആ ചർച്ച ഏറെക്കുറെ പൂർത്തിയായി ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ പോയവരുടെ പ്രതികരണം വരേണ്ടതുണ്ട്. അറിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയുള്ളൂ. എൻഡോസൾഫാൻ ദുരിതബാധിതർ കഴിഞ്ഞ 5 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരം പര്യവസാനത്തിലേക്ക് പോവുകയാണ്. സർക്കാർ സമരസമിതിയുമായി ചർച്ച നടത്തിയിരുന്നു അല്പസമയം മുൻപ്. അവിടെ സമരസമിതി പ്രവർത്തകർ സമരപന്തലിലേക്ക് സാഹചര്യമാണുള്ളത്. സമരം സജിത് തുടർന്നോളൂ. സമരപന്തലിലേക്ക് അവർ മടങ്ങിയെത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. എങ്കിൽ മാത്രമേ അവിടെയുള്ളവർക്കും ആ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അറിയാൻ കഴിയൂ. അതിനുശേഷം പ്രതികരിക്കാമെന്നല്ലേ ദയാഭായി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്? തീർച്ചയായും ദയാഭായി അടക്കമുള്ളവരുടെ പ്രതികരണം അങ്ങനെയാണ്. ദയാഭായിയാണ് ഇവിടെ നിരാഹാര സമരം അന്വേഷിച്ചു നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ തീർച്ചയായും അവരുടെ പ്രതികരണമാണ് നിർണായകം. എന്തായാലും സമരം ചർച്ചയ്ക്ക് പോയവരാരും ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിയിട്ടില്ല. അവർ വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുകയുള്ളൂ. മുഖ്യമന്ത്രിയും സർക്കാരുമായി ബന്ധപ്പെട്ടവർ ഒക്കെ അവിടെ നടത്തിയ ആ പ്രതികരണങ്ങൾ, അതിൻ്റെ ഒരു പ്രതിഫലനം ഇങ്ങോട്ടേക്ക് ഇതുവരെ എത്തി തുടങ്ങിയിട്ടില്ല. എന്തായാലും ചർച്ചയ്ക്ക് പങ്കെടുത്തവരുടെ ആദ്യ പ്രതികരണം ലഭ്യമാവണം. അതിനുശേഷമായിരിക്കും സമരപന്തലിൽ വന്ന് അവർ ഇവിടെ ആശയവിനിമയം നടത്തി
സമരം തുടരുമോ അവസാനിപ്പിക്കുമോ ഈ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് വരുള്ളൂ. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയൊരു ശുഭപ്രതീക്ഷയാണ് പൊതുവിൽ ഇവിടെയുള്ള അമ്മമാർ അടക്കമുള്ളവർ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, കുട്ടികളുമായി വന്നാണ് ഇവിടെ ഈ ഒരു സമരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കുക, എത്രയും വേഗം അവസാനിപ്പിക്കുക, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂല തീരുമാനമുണ്ടാവുക, ഇതൊക്കെ ഇവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ആ തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയാണ് പൊതുവിൽ അവരും പങ്കുവെക്കുന്നത്. ശരി സജിത്ത്, എന്തായാലും സമരപന്തലിലേക്ക് ഇനിയും എത്തേണ്ടതുണ്ട്. അവിടെ സർക്കാരുമായി ചർച്ച നടത്തിയ സമരസമിതി പ്രവർത്തകർ സമരപന്തലിലേക്ക് മടങ്ങിയെത്തിയ ശേഷമായിരിക്കും സമരം പിൻവലിക്കുന്ന കാര്യം അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. എൻഡോസൾഫാൻ ദുരിതബാധിതർ സർക്കാരുമായി നടത്തിയ ചർച്ച ഒത്തുതീർപ്പിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. സമരസമിതിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം MV ജയരാജൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. ഇപ്പോൾ നേരത്തെ എടുത്ത തീരുമാനത്തിൻ്റെ തുടർച്ചയായി ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനം 2017 മെഡിക്കൽ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ബയോളജിക്കൽ പ്ലോസിബിൾ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 1905 പേരിൽ അന്ന് 18 വയസ്സ് പ്രായമുണ്ടായിരുന്ന ആളുകളെ ഈ ലിസ്റ്റിൽ മെഡിക്കൽ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തി എൻഡോസൾഫാൻ ആനുകൂല്യം നൽകാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. അന്ന് മെഡിക്കൽ സംഘം ശുപാർശ ചെയ്തവരുടെ കാര്യത്തിൽ വീണ്ടും ഒരു മെഡിക്കൽ പരിശോധന ആവശ്യമില്ല. ജില്ലാ കലക്ടറെ ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടിയെടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നതാണ്. ഇതാണ് ഇന്ന് കൈക്കൊണ്ട തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരസമിതിയുടെ ആളുകൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കും. അവർ സമരം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഒരിക്കൽ കൂടി കാർത്തിക് ചേരുകയാണ് നമുക്കൊപ്പം. കാർത്തിക്, ഇപ്പോൾ MV ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾ ഇത് തന്നെയായിരുന്നോ സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടത്? ഇതിൽ അവർ സംതൃപ്തരാണ് എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? അശ്വതി, സമരം ഒത്തുതീർപ്പാകും, അതിന് ഏറെക്കുറെ ധാരണയായിരിക്കുന്നു. അല്പസമയത്തിനകം പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നടന്ന ചർച്ചയിൽ അതിർത്തി സംബന്ധിച്ച തർക്കം, അതായത് പഞ്ചായത്തുകൾ മാനദണ്ഡമാക്കി രോഗബാധിതരെ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച ചർച്ചയാണ് നടന്നത്. നേരത്തെ 11 പഞ്ചായത്തുകളിൽ ഉള്ളവർക്ക് മാത്രമായിരുന്നു എൻഡോസൾഫാൻ ദുരിതബാധിതരായി പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇവർക്ക് മാത്രമായിരുന്നു സൗജന്യ ചികിത്സയും മറ്റ് ആനുകൂല്യങ്ങളും. ഇന്ന് നടന്ന ചർച്ചയിൽ കാസർകോട്ടെ 27 പഞ്ചായത്തുകളിലും 3 മുനിസിപ്പാലിറ്റിയിലുമുള്ള ദുരിതബാധിതരായ മുഴുവൻ പേർക്കും അവരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തും എന്ന ഉറപ്പ് സർക്കാർ നൽകി. അതായത് സ്ഥലം അല്ലെങ്കിൽ പഞ്ചായത്ത് മാനദണ്ഡമാക്കി രോഗബാധിതരെ നിശ്ചയിച്ചിരുന്ന ഒരു പ്രവണത, ആ പ്രവണതയ്ക്ക് മാറ്റം വരുമെന്ന വ്യക്തമായ ഉറപ്പ് സർക്കാർ നൽകി. 2017 ചികിത്സാ ക്യാമ്പിൽ പങ്കെടുത്തതിൽ 1905 പേരുടെ പട്ടികയാണ് അന്ന് തയ്യാറാക്കിയത്. ഇതിൽ 384 പേർക്കാണ് ഇപ്പോൾ സൗജന്യ ചികിത്സയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നത്. ഇതിൽ ബാക്കിയുള്ളവരിൽ 18 വയസ്സിന് താഴെയുള്ള ദുരിതബാധിതരെ അടിയന്തരമായി അവരെ എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെടുത്തി അവർക്ക് എല്ലാ ആനുകൂല്യവും നൽകും. 18 വയസ്സിന് മുകളിലുള്ളവർ, അതായത് ഈ 1905-ൽ 384 പേർക്ക് പുറത്ത് 18 വയസ്സിന് താഴെയുള്ളവരെ ഉടനെ ഉൾപ്പെടുത്തും. 18 വയസ്സിന് മുകളിൽ ഉള്ളവരെ അവരെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ കാസർഗോഡ് ജില്ലാ കളക്ടർ അടങ്ങുന്ന 8-അംഗ സമിതി അവർ കാലതാമസമില്ലാതെ തീരുമാനമെടുക്കും എന്ന വ്യക്തമായ ഉറപ്പ് ഇവർക്ക് നൽകി. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ ഉറപ്പ് നൽകിയാൽ പോരാ, മുഖ്യമന്ത്രി നേരിട്ടെത്തി ഉറപ്പ് നൽകണം എന്നൊരാവശ്യം സമരസമിതി മുന്നോട്ട് വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി ഇവർക്ക് ഉറപ്പ് നൽകിയത്. ട്രൈബ്യൂണൽ അടക്കമുള്ള കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല, മറ്റ് ആവശ്യങ്ങൾ ഒന്നും തന്നെ ചർച്ചയായില്ല എന്നതാണ് ശ്രദ്ധേയം. ഏതായാലും 2200 രൂപ പെൻഷൻ എന്നത് 5000 രൂപയാക്കണം എന്നൊരാവശ്യവും ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. ഇവർക്ക് സമാശ്വാസ സഹായമായി മാസം തോറും നൽകി വന്നിരുന്ന തുകയാണത്. അത് കൂട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ അനുഭാവപൂർണ്ണമായ തീരുമാനം എടുക്കും എന്ന് മുഖ്യമന്ത്രി നേരിട്ട് ഉറപ്പ് നൽകി. ഏതായാലും സമരസമിതി നേതാക്കൾ സമരപന്തലിലേക്ക് അല്പസമയത്തിനെത്തും. ഈ സമരം അവസാനിപ്പിക്കാമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമരസമിതി നേതാക്കൾ അറിയിച്ചു. ഇതനുസരിച്ചുള്ള പ്രഖ്യാപനം തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ശരി, എൻഡോസൾഫാൻ ദുരിതബാധിതർ സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഒത്തുതീർപ്പായിരിക്കുന്നു. സമരം അവർ പിൻവലിക്കും എന്ന് പ്രഖ്യാപിക്കും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിവരങ്ങളാണ് കാർത്തിക്കും TG സജിത്തും നൽകിക്കൊണ്ടിരിക്കുന്നത്. സമരസമിതിയുമായി അല്പസമയം മുമ്പാണ് സർക്കാർ ചർച്ച നടത്തിയത്.
സർക്കാരുമായുള്ള ചർച്ച വിജയം കണ്ടിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കുവാൻ. സമരസമിതിയുടെ ആവശ്യം സർക്കാർ പരിഗണിച്ചു എന്നും അറിയുന്നു.